പോളിടെക്നിക് കുട്ടികളുടെ HDL ലാബുമായിട്ട് ബന്ധപ്പെട്ടത് മൂന്നാമത്തെ വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ ഇൻപുട്ട് ഗേറ്റുള്ള ഗേറ്റ് സർക്യൂട്ടും പിന്നെ പല ടൈപ്പ്, അതായത് ഇപ്പോൾ നോട്ട് ഗേറ്റ്, ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ്, ഇങ്ങനെ പല ടൈപ്പ് ഗേറ്റ് ഒന്നിച്ചിട്ടുള്ള ഒരു സർക്യൂട്ടിൻ്റെ സിമുലേഷനാണ് നമ്മൾ നോക്കുന്നത്. ഇതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് സിനാപ്റ്റിക് കാർഡ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആണ്. അതിനകത്തുള്ള വെരിലോഗർ പ്രോ എടുത്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് നമ്മൾ ഒരു എഡിറ്റർ എടുത്ത് ആണ് പ്രോഗ്രാം ടൈപ്പ് ചെയ്യുന്നത്. പ്രോഗ്രാം നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഇതിൽ വേരിയബിൾസ്, അതായത് ഓരോ ഗേറ്റിനും, ഇപ്പം ഇതിനകത്ത് 2 നോട്ട് ഗേറ്റും 4 ആൻഡ് ഗേറ്റും ഒരു ഓർ ഗേറ്റും ആണുള്ളത്. അങ്ങനെ 7 ഗേറ്റ് സർക്യൂട്ടാണുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ഉള്ള ഓരോന്നിൻ്റെയും ഇൻപുട്ടും ഔട്ട്പുട്ടും വെച്ചിട്ടാണ് നമ്മൾ പ്രോഗ്രാം എഴുതേണ്ടത്. ഞാനിവിടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിന് മുമ്പ് ഈ ഫയൽ ഒന്ന് സേവ് ചെയ്യാം. ഫയൽ സേവ് HDL ഫയൽ ആസ് എന്ന് കൊടുത്തിട്ട് ഞാനിപ്പം ഡി ഡ്രൈവിൽ ഒരു ഫോൾഡർ ഉണ്ടാക്കി ആ ഫോൾഡറിലാണ് സേവ് ചെയ്യുന്നത്. അതിന് ഞാനിപ്പം ഫയൽ നെയിം പ്രോഗ്രാം എന്ന് കൊടുക്കുന്നു. .v എക്സ്റ്റൻഷൻ കൊടുക്കണം, എന്നാലേ പ്രോജക്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ പ്രോഗ്രാം എഴുതുന്ന സമയത്ത് ആദ്യത്തെ കീവേഡ് മോഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു പേര് കൊടുക്കുക. ഞാനിപ്പം മോഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാം പ്രോഗ്രാം എന്ന് കൊടുത്തു. എന്നിട്ട് ബ്രാക്കറ്റിനകത്ത് ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വേരിയബിൾസ് എല്ലാം കൊടുക്കണം. ഇൻപുട്ടായിട്ട് ഞാനിപ്പോൾ ABCD എന്നുള്ള 4 വേരിയബിൾ കൊടുത്തു. ഔട്ട്പുട്ടിൽ Y എന്ന് പറഞ്ഞിട്ടൊരു ഔട്ട്പുട്ടാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. പിന്നെ സ്റ്റാറ്റസ് ആയിട്ട് PQ, അങ്ങനെ 2 ഇൻപുട്ട് കൂടി ഉപയോഗിക്കുന്നുണ്ട്. ABCD PQY ഇത്രയാണ് ഉപയോഗിക്കുന്നത്. ഇതൊരു 4-to-1 മൾട്ടിപ്ലക്സറാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഏത് സർക്യൂട്ട് ആണെങ്കിലും നമ്മൾ ആദ്യം ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇൻപുട്ട് ഔട്ട്പുട്ട് വേരിയബിൾസ് എല്ലാം നമ്മൾ മോഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് അതിനെ ബ്രാക്കറ്റിനകത്ത് കൊടുക്കുക. എന്നിട്ട് ഇൻപുട്ട് ഏതാണ്, ഏതൊക്കെ വേരിയബിൾസ് ആണ് നമ്മൾ ഇൻപുട്ടായിട്ട് ഉപയോഗിക്കുന്നത്, ABCD അങ്ങനെ 4 എണ്ണം നമ്മൾ ഇൻപുട്ടായിട്ട് ഉപയോഗിക്കുന്നു. കൂടാതെ PQ അങ്ങനെ 2 സ്റ്റാറ്റസ്. എല്ലാ ഇൻപുട്ടും നമ്മൾ ആ ഇൻപുട്ട് എന്നുള്ള കീവേഡ് തന്നെ ഉപയോഗിച്ച് പറയുക. അത് കഴിഞ്ഞ് അതുപോലെ ഔട്ട്പുട്ട് ഞാനിപ്പോൾ Y എന്ന് പറഞ്ഞ ഒരു വേരിയബിളെ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്ന ഫങ്ഷൻസ് ആണ്. ഇപ്പോൾ ഗേറ്റ് ലെവൽ മോഡലിംഗ് ആണെന്ന് ഞാൻ ഈ പറയുന്നത്. ഗേറ്റ് ലെവൽ മോഡലിംഗ് ആയതുകൊണ്ട് തന്നെ എത്ര ഗേറ്റ് ഉണ്ടോ അത്രയും ലൈൻസ് നമ്മൾ വരും. അത് നമ്മൾ ഓർത്തിരിക്കുക. ഇപ്പോൾ ഇതിനകത്ത് നോട്ട് ഗേറ്റ് 2 എണ്ണം ഉണ്ട്. അപ്പോൾ 2 നോട്ട് ഗേറ്റ്, ആൻഡ് ഗേറ്റ് 4 എണ്ണം ഉണ്ട്. ആൻഡ് ഗേറ്റ് 4 എണ്ണം, ഒരു ഓർ ഗേറ്റ്. ഇത്രയാണ് നമ്മൾ ഇതിനകത്തുള്ള പ്രോഗ്രാംസ് നമ്മൾ പ്രോഗ്രാം എഴുതാൻ പോകുന്നത്. പിന്നെ അടുത്ത് നമ്മൾ ചെയ്യുന്നത്, ഇപ്പൊ ഇതെല്ലാം ഫങ്ഷൻസ് ആണ്, ഓരോന്നും ഓരോ ഫങ്ഷൻസ് ആണ്. ഈ ഫങ്ഷൻസ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നത് മോഡ്യൂൾ ടെർമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, എൻഡ് മോഡ്യൂൾ. അപ്പോൾ നമ്മൾ പ്രോഗ്രാമിന്റെ എല്ലാം ആയിക്കഴിഞ്ഞു, സ്ട്രക്ചർ ആയിക്കഴിഞ്ഞു. ഇനി ഈ നോട്ട് ഗേറ്റ് ഫംഗ്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്ന് ഇതിന്റെ ബ്രാക്കറ്റിനകത്ത് കൊടുക്കണം. ഇതിന്റെ ഔട്ട്പുട്ട്, അത് കഴിഞ്ഞിട്ട് ഇൻപുട്ട്, അങ്ങനെയാണ് പറയുന്നത്. ഇവിടെ ഇപ്പം നമ്മൾ ഔട്ട്പുട്ടായിട്ട് ഇപ്പൊ ഇൻപുട്ടിന് നമ്മൾ P എന്നുള്ള വാല്യൂ കൊടുത്തു. ഔട്ട്പുട്ടിന് ശരിക്കും പറഞ്ഞാൽ ഈ ഔട്ട്പുട്ട് ഫസ്റ്റ് നോട്ട് ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് ഒരു വേരിയബിളും നമ്മൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനകത്തൊരു വേരിയബിൾ എന്തെങ്കിലും കൊടുക്കണം. അപ്പൊ അതിന് നമ്മൾ എഡിറ്റ് ചെയ്യാം. ചെയ്തിട്ട് അവിടെ നമ്മൾ ഞാനൊരു വേരിയബിൾ കൊടുക്കുകയാണ്. PQ കൊടുത്തു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ ഇപ്പൊ R എന്നുള്ള ലെറ്റർ കൊടുത്തു.
ആർ എന്നുള്ള ലെറ്റർ കൊടുത്തു. അടുത്ത രണ്ടാമത്തെ നോട്ട് ഗേറ്റിന്റെ ഔട്ട്പുട്ടും അതുപോലെ തന്നെ ഞാനിവിടെ വേറൊരു വേരിയബിൾ കൊടുത്തു, എസ് എന്നുള്ള ഒരു വേരിയബിൾ കൊടുക്കുന്നു. നമ്മുടെ വേറെ ഏതൊക്കെയാണ് ഗേറ്റിന് റെപ്രസെന്റ് ചെയ്യാൻ ലെറ്റേഴ്സ് ഇല്ലാത്തത് നോക്കുക. നമ്മളിപ്പോൾ നോട്ട് ഗേറ്റ് രണ്ടെണ്ണമായി. അടുത്ത ഫസ്റ്റ് ആൻഡ് ഗേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ആൻഡ് ഗേറ്റിൽ എ അതുപോലെ ആർ എസ് ഇത് മൂന്നുമാണ് ഇതിന്റെ ഇൻപുട്ട്. അതിന്റെ ഔട്ട്പുട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടില്ല, ഔട്ട്പുട്ടിന് വേരിയബിൾ ഇല്ല ഈ ലൈനിന്. അപ്പൊ അതുകൊണ്ട് അവിടെ നമ്മുടെ വേരിയബിൾ കൊടുക്കണം. ആ വേരിയബിൾ ഞാനിപ്പോൾ ഇവിടെ ടി എന്നുള്ള ഒരു വേരിയബിൾ ഇവിടെ കൊടുത്തു. ഫസ്റ്റ് നോട്ട് ഗേറ്റിന്റെ ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ടിൽ കൊടുത്തു. അടുത്തത് യു എന്നുള്ള വേരിയബിൾ കൊടുക്കുന്നു. അടുത്തത് വി ആണ്. യു വി. അടുത്തത് അതുപോലെ ഡബ്ല്യു എന്നുള്ള അടുത്തൊരു വേരിയബിൾ കൊടുക്കും. എത്ര വലിയ സർക്യൂട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ ഗേറ്റ് ലെവൽ മോഡലിംഗ് ചെയ്യുമ്പോൾ ഇതുപോലെ ഇന്റേണൽ കണക്ഷൻസ്, ഇപ്പോൾ എക്സ്റ്റേണൽ ആയിട്ടുള്ളത് നമ്മൾ ഇൻപുട്ടും ഔട്ട്പുട്ടും ആയിട്ട് സ്പെസിഫൈ ചെയ്തു. അത് കഴിഞ്ഞ് ഇന്റേണൽ കണക്ഷൻസിനെല്ലാം വേരിയബിൾസ് കൊടുക്കണം, 1 by 1 ആയിട്ട് കൊടുക്കുക. കൊടുത്താലേ നമുക്ക് പ്രോഗ്രാമിനകത്ത് റെപ്രസെന്റ് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കൊടുത്തത്. അപ്പൊ നമ്മളിവിടെ പ്രോഗ്രാം എഴുതുവാണ്. പ്രോഗ്രാം എഴുതുമ്പോഴത്തേക്ക് ആദ്യത്തെ നോട്ട് ഗേറ്റിന്റെ, നമ്മളിപ്പോൾ നേരത്തെ നോക്കുകയാണ്, ആദ്യത്തെ നോട്ട് ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 6. ഔട്ട്പുട്ട് ആദ്യം പറയണം, പിന്നെ ഇൻപുട്ട് പി ആണ്. അപ്പൊ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ ഇടുക. അതുപോലെ അടുത്ത നോട്ട് ഗേറ്റിനെ സംബന്ധിച്ചിടത്തോളം ക്യൂ എന്നുള്ള ഔട്ട്പുട്ടും എസ് ഔട്ട്പുട്ടും ക്യൂ എന്ന് പറയുന്നത് ഇൻപുട്ടുമാണ്. അതുപോലെ ആൻഡ് ഗേറ്റ്, ഫസ്റ്റ് ആൻഡ് ഗേറ്റ്, ആദ്യത്തെ ആൻഡ് ഗേറ്റിന്റെ ഇൻപുട്ടില് ടി ഔട്ട്പുട്ടും ഇൻപുട്ടില് എ ആർ എസ് അത്രയാണ് ഇൻപുട്ട്. അപ്പൊ എത്ര ഇൻപുട്ട് ഉണ്ടെങ്കിലും നമുക്ക് അങ്ങനെ കൊടുക്കാം. എ ആർ എസ് ഓരോ ഇൻപുട്ടും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത് ഓരോ കോമ ഉപയോഗിച്ചിട്ടാണ്. അടുത്തത് യു എന്നുള്ള ഔട്ട്പുട്ടും അതുപോലെ ഇൻപുട്ടില് ബി ആർ ക്യൂ, ബി ആർ ക്യൂ. അടുത്ത ആൻഡ് ഗേറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഔട്ട്പുട്ട് വി ആണ്. അപ്പൊ വി ഔട്ട്പുട്ടും ഇൻപുട്ടിൽ സി, അത് കഴിഞ്ഞ പി, പിന്നെ എസ്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ ഇടുക. അടുത്ത ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഡബ്ല്യു ആണ്. ഡബ്ല്യു ഇൻപുട്ട് ഡി, പി, ക്യൂ. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ ഇടുക. അടുത്തത് ഓർ ഗേറ്റ് ആണ്. ഓർ ഗേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് 4 ഇൻപുട്ട് ഓർ ഗേറ്റ് ആണ്. അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വൈ ആണ്. വൈ ഔട്ട്പുട്ടും ടി യു വി ഡബ്ല്യു എന്ന് പറയുന്നത് ഇൻപുട്ടും ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ബ്രാക്കറ്റിനകത്ത് വൈ ഔട്ട്പുട്ടും ടി യു വി ഡബ്ല്യു കൊടുത്തു. എന്നിട്ട് സെമിക്കോളനിട്ട് ക്ലോസ് ചെയ്തു. ഇതിലെ ഒരു കാര്യം നമ്മൾ ഓർക്കാനുള്ളത്, ഇതിനിടയ്ക്ക് നമ്മളൊരു ഇൻപുട്ടിന് കുറച്ച് വേരിയബിൾസ് പറഞ്ഞു, ഔട്ട്പുട്ടിന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് വേരിയബിൾസ് കൊടുത്തിട്ടുണ്ട് ഈ സർക്യൂട്ട് ഡയഗ്രത്തിൽ. അതായത് ആർ എസ് ടി യു വി ഡബ്ല്യു, ഈ ഇത്രയും വേരിയബിൾസ്, ആ വേരിയബിൾസ് ശരിക്കും പറഞ്ഞാൽ ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും വരാത്ത വേരിയബിൾസ് ആണ്. അതിനെ നമ്മൾ മോഡ്യൂളിനകത്ത് വയർ എന്നുള്ള കീവേഡ് ഉപയോഗിച്ചിട്ട് അത്രയും വേരിയബിൾസ് കൂടെ പറഞ്ഞാൽ മാത്രമേ ഈ ഇങ്ങോട്ടുള്ള ലൈൻസ് എല്ലാം എക്സിക്യൂട്ടബിൾ ആവത്തുള്ളൂ. അപ്പൊ അതിന് വയർ എന്ന് പറഞ്ഞിട്ട് ആർ എസ് ടി യു വി ഡബ്ല്യു ഇത്രയും പറയുക, സെമിക്കോളൻ ഇടുക. എന്നാലേ നമ്മളിത് കംപ്ലീറ്റ് ആകത്തുള്ളൂ. അത് കഴിഞ്ഞ് നമ്മളിവിടെ എൻഡ് മോഡ്യൂൾ എന്നുള്ള കീവേഡ് കൊടുക്കുക, മോഡ്യൂൾ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്.
ഇവിടെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ മോഡ്യൂളും അതുപോലെ തന്നെ അതിനെ സിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻപുട്ട് സ്റ്റാറ്റസ് കൊടുക്കാൻ വേണ്ടി ആയിട്ടുള്ള ടെസ്റ്റ് ബെഞ്ചും സെപ്പറേറ്റ് 2 ഫയലായിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇതിലിപ്പോൾ നമ്മൾ പറയുന്നത് ഒന്നിച്ച് തന്നെ ഞാൻ എഴുതുകയാണ്. അപ്പോൾ അതിന് മോഡ്യൂൾ എന്നുള്ള കീവേഡ് തന്നെയാണ്. ടെസ്റ്റ് ബെഞ്ചിന് ഞാൻ ടെസ്റ്റ് എന്നുള്ള ഫയൽ നെയിം കൊടുത്തു. എന്നിട്ട് ഇൻപുട്ട്, ഇത്ര ഇൻപുട്ട് മാത്രം കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്താൽ മതി. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇൻപുട്ട് ഔട്ട്പുട്ടും ഒക്കെ ചെയ്തു. അതിൽ നമുക്ക് ഇൻപുട്ട് മാത്രം ചെയ്താലും മതി. ഞാൻ ഇവിടെ ഇപ്പം ഇൻപുട്ട് ചെയ്തിട്ട് ഇൻപുട്ടിന് നമ്മുടെ ഒരു ഇവിടുത്തെ കീവേഡ് എന്നുള്ളത് രജിസ്റ്റർ എന്നുള്ള REG കൊടുത്തു. രജിസ്റ്റർ എന്നുള്ളത് അത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത് നമ്മുടെ ഈ 2 ഫയലും തമ്മിൽ ലിങ്ക് ചെയ്യുന്ന മോഡ്യൂളും ടെസ്റ്റ് ബെഞ്ചും തമ്മിൽ ലിങ്ക് ചെയ്യുന്ന ഒരു ഫയലാണ്. അത് ഈ ഫയൽ നെയിം മുതൽ എല്ലാ വേരിയബിൾസും വേണം ഇവിടെ പേസ്റ്റ് ചെയ്യാൻ. എന്നിട്ട് ഇവിടെ ഫയൽ നെയിം കഴിഞ്ഞിട്ട് ഒരു സ്പേസ് കഴിഞ്ഞ് എന്തെങ്കിലും ഒരു വേരിയബിൾ കൊടുക്കുക. ഞാനിപ്പോൾ XYZ എന്ന് കൊടുത്തു. അത് കഴിഞ്ഞ് അടുത്ത് കൊടുക്കേണ്ടത് ഇനിഷ്യൽ എന്നുള്ള കീവേഡാണ്. ഇനിഷ്യൽ എന്ന് കൊടുക്കുമ്പോൾ ഈ ഇൻപുട്ടിന് എന്തൊക്കെ വേരിയബിൾസ് നേരത്തെ പ്രീവിയസ് ആയിട്ടുണ്ടോ, അതിന്റെ എന്തൊക്കെ സ്റ്റാറ്റസ് ഉണ്ടോ, 0യും 1ന്റെയും കോമ്പിനേഷൻ ആണ്. ആ സ്റ്റാറ്റസ് എല്ലാം ഇനിഷ്യലൈസ് 0 ആയിട്ട് ഇനിഷ്യലൈസ് ആവും. ഇനി നമ്മുടെ ഈ പ്രോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വാല്യൂസ് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യാണ്. അതിന് ബിഗിൻ എന്നുള്ള കീവേഡ് ഉപയോഗിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ A = 0, B = 0, എല്ലാം സെമിക്കോളനിട്ട് സെപ്പറേറ്റ് ചെയ്യണം. സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ ABCD 4 ഇൻപുട്ടും കൊടുത്തു. അതായത് ഇവിടെ ഈ സർക്യൂട്ടിലുള്ള ABCD 4 ഇൻപുട്ടിന് കൊടുത്തു. ഇനി Pയും Q അതിന് രണ്ടിനും കൂടെ സെപ്പറേറ്റ് വേറെ ഇൻപുട്ട് കൊടുക്കണം. അതിനിവിടെ P, അത് 2 സ്റ്റാറ്റസ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. P0 കൊടുത്തു. അത് കഴിഞ്ഞ് Q0 കൊടുത്തു. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ #5 5 നാനോ സെക്കൻഡ് ഡിലേ കഴിഞ്ഞിട്ട് $സൈൻ ഡിസ്പ്ലേ എന്നിട്ട് ബ്രാക്കറ്റിനകത്ത് ഇൻവെർട്ടർ കോമ കൊടുത്തിട്ട് ബൈനറിയിലാണ് വാല്യൂസ് കാണേണ്ടത്. അതുകൊണ്ട് %B എന്നുള്ളത് നമ്മുടെ എത്ര വേരിയബിൾസ് ആണോ കാണേണ്ടത് അത്രയും %B കൊടുക്കണം. ഇവിടെ ഇപ്പം നമുക്ക് ഔട്ട്പുട്ടിൽ കാണേണ്ട ടൈമിംഗ് ഡയഗ്രത്തിൽ ഇൻപുട്ട് 4, പിന്നെ സ്റ്റാറ്റസ് 2, അങ്ങനെ 6, പിന്നെ ഒരു ഔട്ട്പുട്ട്, അങ്ങനെ 7 ഗ്രാഫ് നമുക്ക് കാണേണ്ടതുണ്ട്. ഞാനിവിടെ 1, കോപ്പി ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. 7% B കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇൻവെർട്ടർ കോമ ക്ലോസ് ചെയ്തിട്ട് കോമ ഇട്ടിട്ട് ഇത് ഏത് ഓർഡറിലാണ് കാണേണ്ടത്. ഇപ്പൊ നമുക്ക് സ്റ്റാറ്റസ് ആണ് ആദ്യം കാണേണ്ടതെങ്കിൽ PQ എന്നുള്ളത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ABCD കൊടുക്കുക. അല്ല നമ്മൾ ഇൻപുട്ട് സിഗ്നൽസ് ആണ് ആദ്യം കാണേണ്ടതെങ്കിൽ അങ്ങനെ. ഞാനിപ്പം ഇൻപുട്ട് സിഗ്നൽസ് കൊടുക്കുന്നു. A, B, C, D, P, Q ഇത്രയും കൊടുത്തു. അപ്പൊ അത് ഇത്രയും ഇപ്പൊ 6 എണ്ണമായി. ഇനി Y കൂടെ ആകുമ്പോഴത്തേക്ക് ഔട്ട്പുട്ടും ആയി. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ ഇട്ട് ക്ലോസ് ചെയ്യുക. അത് കഴിഞ്ഞ് ബിഗിൻ എന്നുള്ള, ഞാനിപ്പോ തൽക്കാലം ഒരു സ്റ്റാറ്റസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ, ഒരു ഒറ്റ വാല്യൂ കൊടുക്കുന്നുള്ളൂ. അപ്പൊ ബിഗിൻ എന്നുള്ള കീവേഡ് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എൻഡ് എന്നുള്ള കമാൻഡ് കൊടുക്കുക. അത് കഴിഞ്ഞ് മോഡ്യൂൾ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എൻഡ് മോഡ്യൂളും കൊടുക്കുക. എന്നിട്ട് ഇത് സേവ് ചെയ്യുക. ഇതാണ് നമ്മളിപ്പോൾ ആദ്യം എഴുതിയ പ്രോഗ്രാം. ഇതിന് നമ്മുടെ പ്രോജക്റ്റിനകത്ത് ആഡ് HDL ഫയൽ എന്ന് കൊടുത്തിട്ട് പ്രോഗ്രാം ആഡ് ചെയ്യുക. എന്നിട്ട് റൺ ചെയ്യുക. റൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ എററൊന്നുമില്ല.
അപ്പൊ അതുകൊണ്ട് തന്നെ ടൈമിംഗ് ഡയഗ്രം ഇപ്പം ഇവിടെ വന്നിട്ടുണ്ട്. അത് മാക്സ് ചെയ്ത് കഴിഞ്ഞാൽ സൂം ഫുള്ള് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം. അതായത് ഇവിടെ ഇപ്പൊ ABCD 4 പിന്നെ 2 സ്റ്റാറ്റസും Y ആണ് ഇപ്പൊ വന്നേക്കുന്നത്. ഇതിന്റെ വാല്യൂസ് നമുക്ക് ഒന്നുകൂടി ഒന്ന് കറക്റ്റ് ചെയ്യാം എല്ലാത്തിലും. എറർ ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ റൺ ചെയ്തത്. റൺ ചെയ്തതിന് ശേഷം പിന്നീട് അങ്ങോട്ടുള്ള കോമ്പിനേഷൻസ് കൊടുക്കുന്നതാണ് ബെറ്റർ. ഞാൻ സർക്യൂട്ടിലേക്ക് പോവാം. ഈ സർക്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇവിടെ നോക്കുമ്പോൾ അറിയാം, നമുക്ക് ഒരു 4-to-1 മൾട്ടിപ്ലക്സർ ആണ്. അതിൽ ഈ സ്റ്റാറ്റസ് എന്താണ് ഡിസൈഡ് ചെയ്യുന്നത് അതായിരിക്കും ഔട്ട്പുട്ടിലേക്ക് കിട്ടുന്നത്. ഇവിടെ ഇപ്പൊ 4 ഇൻപുട്ട് ഉണ്ട്. നമ്മുടെ ഇപ്പൊ ഇതില് ട്രയാങ്കുലർ, സ്ക്വയർ വേവ്, എക്സ്പൊണൻഷ്യൽ, അങ്ങനെ നമ്മൾ സ്റ്റാറ്റസ് വേവ് ഫോം, ഇങ്ങനെ 4 വേവ് ഫോം ആണ് സപ്പോസ് ഒരു CRO എന്ന് കൊടുക്കുന്നതെങ്കിൽ ഇതിൽ ഏതാണ് ഔട്ട്പുട്ട് ചെയ്യേണ്ടത്, ഔട്ട്പുട്ടിലേക്ക് വരേണ്ടത് എന്ന് ഈ സ്റ്റാറ്റസിന്റെ കോമ്പിനേഷനാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഇതിപ്പം സ്റ്റാറ്റസ് 0-0 ആണെങ്കിൽ എയിൽ എന്തുണ്ടോ അതായിരിക്കും ഇവിടെ ഔട്ട്പുട്ട് ചെയ്യുന്നത്. അതുപോലെ സ്റ്റാറ്റസ് 0-1 ആണെങ്കിൽ ബിയിൽ എന്തുണ്ട് അതായിരിക്കും ഔട്ട്പുട്ട് ചെയ്യുന്നത്. സ്റ്റാറ്റസ് 1-0 ആണെന്നുണ്ടെങ്കിൽ സിയിൽ എന്തുണ്ട് അതായിരിക്കും ഔട്ട്പുട്ട് ചെയ്യുന്നത്. സ്റ്റാറ്റസ് 1-1 ആണെങ്കിൽ ഡിയിൽ എന്താണുള്ളത് അതായിരിക്കും ഔട്ട്പുട്ട് ചെയ്യുന്നത്. ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇവിടെ എക്സ് ഇട്ടേക്കുന്നത് അവിടെ 0-യോ 1-ഓ എന്ത് വാല്യൂ കൊടുത്താലും അതൊന്നും ഇവിടെ ബോധർ ചെയ്യത്തില്ല. അപ്പൊ ഔട്ട്പുട്ട് ഡിസൈഡ് ചെയ്യുന്നത് ഈ സ്റ്റാറ്റസിലുള്ള കോമ്പിനേഷൻ ഏത് പൊസിഷനാണോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ പൊസിഷനിലുള്ള ഔട്ട്പുട്ട് ആയിരിക്കും തരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മൾ ABCD എന്നുള്ള ഈ 4 എണ്ണത്തിനും നമ്മുടെ ഓരോ സ്റ്റാറ്റസിലുള്ള വാല്യൂസ് ഇവിടെ ആദ്യം കൊടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ അതിന് 4 കണ്ടീഷനാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. സ്റ്റാറ്റസ് 2 സ്റ്റാറ്റസ് ആണുള്ളത്, PQ. അതുകൊണ്ട് തന്നെ 4 കോമ്പിനേഷൻ ആണ്. അത് 3 സ്റ്റാറ്റസ് ആയിരുന്നെങ്കിൽ 8 കോമ്പിനേഷൻ നമുക്ക് ഉപയോഗിക്കാമായിരുന്നു. ഇപ്പൊ 4 കോമ്പിനേഷൻ ഉണ്ട്. അതിൽ ഞാനിപ്പോ ആദ്യം A ഹൈ ആക്കുന്നു 1, അത് കഴിഞ്ഞ് B ഹൈ ആക്കുന്നു, അത് കഴിഞ്ഞ് C ഹൈ ആക്കുക, അത് കഴിഞ്ഞ് D ഹൈ ആക്കുക. അപ്പൊ ഔട്ട്പുട്ട് ഈ കോമ്പിനേഷൻ 0-0, 0-1, 1-0, 1-1 ഈ കോമ്പിനേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ കോമ്പിനേഷനിൽ ഡിസൈഡ് ചെയ്യുന്ന ഏതാണോ അതായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് തരാം. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ആയിട്ടുണ്ട്. അതിന്റെ ട്രൂത്ത് ടേബിൾ ആണ് കാണുന്നത്. എയും പിന്നെ ഈ ആദ്യത്തെ 2 എണ്ണം, ഈ 2 എണ്ണമാണ് നമുക്ക് സ്റ്റാറ്റസ് ആയിട്ട് ഇവിടെ കാണുന്നത്. അപ്പൊ 0-0 കൊടുക്കുമ്പോൾ എയിലുള്ളത് ഔട്ട് ചെയ്തു, അടുത്ത 0-1 കൊടുക്കുമ്പോൾ ബിയിലുള്ളത് ഔട്ട് ചെയ്തു. അങ്ങനെയാണ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത്. നമുക്ക് ട്രൂത്ത് ടേബിൾ നോക്കാം, സോറി ടൈം ഡയഗ്രാം നോക്കാം. ടൈം ഡയഗ്രത്തിൽ ഇവിടെ സൂം ഫുള്ള് കൊടുത്തു കഴിയുമ്പോൾ ഇപ്പൊ നോക്കുക, എ മാത്രം ഹൈ കൊടുത്തു, അപ്പൊ ഔട്ട്പുട്ട് ഉണ്ട്. ഇപ്പൊ ബിയിലാണ് ഹൈ കൊടുത്തിരിക്കുന്നത്. അപ്പൊ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് PQ ആണ്. അത് രണ്ടും 0-1 എന്നുള്ള കോമ്പിനേഷനായി. അപ്പൊ ഔട്ട്പുട്ട് 1 ആയി. അങ്ങനെ നമുക്ക് ഓരോ പൊസിഷനിലുമുള്ള സ്റ്റാറ്റസ് അറിയാം. ഇങ്ങനെയാണ് നമ്മളൊരു മൾട്ടിപ്ലക്സറിന്റെ സർക്യൂട്ട് ഡയഗ്രാം ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് ഏത് ടൈപ്പ് സർക്യൂട്ട് ഡയഗ്രാം ആയാലും, എത്ര വലിയ സർക്യൂട്ട് ഡയഗ്രാം ആയാലും, അതിന് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം, ഇൻപുട്ടിലുള്ള വാല്യൂസ്, ഇൻപുട്ട് എന്തൊക്കെ ഇൻപുട്ട് കൊടുക്കുക, അത് സ്റ്റാറ്റസ് ആയിക്കോട്ടെ അല്ല ഡേറ്റ ഇൻപുട്ട് ആയിക്കോട്ടെ, ഏതായാലും അതിനെല്ലാം സെപ്പറേറ്റ് വേരിയബിൾസ് കൊടുക്കുക. ABCD എന്നുള്ള ക്യാരക്ടേഴ്സ് ഏതെങ്കിലും കൊടുക്കുക. അതുപോലെ സ്റ്റാറ്റസ് 3-4 ഒക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം ഇൻപുട്ട് എല്ലാം വേരിയബിൾസ് കൊടുക്കുക, ഔട്ട്പുട്ട് നോക്കുക. അതിപ്പോ ഔട്ട്പുട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എത്ര ഗേറ്റ് ഉണ്ട്, ഇപ്പൊ നമ്മൾ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു 4 ആൻഡ് ഗേറ്റ്, 2 നോട്ട് ഗേറ്റും 1 ഓർ ഗേറ്റും ആണുള്ളത്. അപ്പൊ 7 ഗേറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മോഡ്യൂൾ എഴുതി കഴിയുമ്പോൾ, ഫംഗ്ഷൻ എഴുതി കഴിയുമ്പോൾ ഇവിടെ 7 ലൈൻ ഉണ്ടാവും. അപ്പോൾ എത്ര ഗേറ്റ് ഉണ്ടോ അത്രയും ലൈൻസ് വെച്ചിട്ട് വേണം ഇവിടെ എഴുതാനായിട്ട്. അപ്പൊ അത് എഴുതുന്ന സമയത്ത് നമുക്കിവിടെ ഇപ്പൊ 7 ഗേറ്റ് ഉണ്ട്, 7 ഗേറ്റിന്റെ ലൈൻ കിട്ടും. അതിൽ എഴുതി വരുമ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റും. ഔട്ട്പുട്ടും ആദ്യം പറയുക, പിന്നെ ഇൻപുട്ട് പറയുക. അപ്പൊ 3 ഇൻപുട്ടുള്ള ഒരു ആൻഡ് ഗേറ്റ് ആകുമ്പോൾ 3 ഇൻപുട്ടും 1 ഔട്ട്പുട്ടും വരും. അപ്പൊ ഔട്ട്പുട്ടിന് ഇൻപുട്ടിന് സ്പെസിഫൈ ചെയ്യാൻ ഒരു ലൈനിൽ നമുക്ക് സ്പെസിഫൈ ചെയ്യാനായിട്ട് വേരിയബിൾസ് ഇല്ലാതെ വരുമ്പോൾ നമ്മൾ അവിടെ എല്ലാം ഓരോ വേരിയബിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വാല്യൂസ് എല്ലാം നമ്മുടെ ഇവിടെ വയർ എന്നുള്ള ഒരു കീവേഡ് ഉപയോഗിച്ചിട്ട് മോഡ്യൂളിനകത്ത് പറയണം. അത് ടെസ്റ്റ് ബെഞ്ചിൽ അതൊന്നും പറയേണ്ട കാര്യമില്ല. ടെസ്റ്റ് ബെഞ്ചിൽ ഇൻപുട്ട് മാത്രം പറഞ്ഞാലും മതി. നേരത്തെ നമ്മൾ ചെയ്ത പ്രീവിയസ് വീഡിയോയിലൊക്കെ നമ്മൾ ഔട്ട്പുട്ടിന് ഇവിടെ വയറൊന്ന് കൊടുത്തിരുന്നു. അത് വേണമെന്ന് നിർബന്ധമില്ല. ഇപ്പം നമ്മൾ നോക്കുക, ഈ ഇൻപുട്ടിൽ എന്തൊക്കെ ഉണ്ടോ അതത്രയും നമ്മൾ കോപ്പി ചെയ്ത് ഇവിടെ ഇട്ടിട്ട് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ
ആദ്യത്തെ മോഡ്യൂൾ എന്ന് പറയുന്നതിനകത്ത് ഇൻപുട്ടും ഔട്ട്പുട്ടും മാത്രം സ്പെസിഫൈ ചെയ്താൽ മതി. ഇന്റേണൽ കണക്ഷൻസ് ഒന്നും സ്പെസിഫൈ ചെയ്യേണ്ട. ഇന്റേണൽ കണക്ഷൻസ് എല്ലാം വയർ എന്നുള്ള കീവേഡിൽ മാത്രം പറഞ്ഞാൽ മതി. അപ്പൊ എത്ര വലിയ സർക്യൂട്ട് ഡയഗ്രാം വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ സിമുലേറ്റ് ചെയ്ത് ടൈമിംഗ് ഡയഗ്രാം ട്രൂത്ത് ടേബിൾ നോക്കാം. ഇങ്ങനെയാണ് നമ്മുടെ ഒരു വലിയൊരു സർക്യൂട്ട് ഡയഗ്രാം ഒക്കെ സിമുലേറ്റ് ചെയ്യുന്ന ഗേറ്റ് ലെവൽ മോഡലിംഗ്. അപ്പൊ നമ്മൾ അടുത്ത വീഡിയോയിൽ ഇതിന്റെ തൊട്ടടുത്ത കണ്ടിന്യൂഷൻ വരും.